ഈ GN നായർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള സംഗതികളുണ്ടല്ലോ, അതിനകത്ത് ഈ ലാൻഡിംഗ് ഗിയർ ഇഷ്യൂ ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ ആവാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. അതിൻ്റെ ഒരു പ്രാധാന്യം എന്തുമാത്രമാണ് ഒരു അപകടം ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും? ലാൻഡിംഗ് ഗിയർ എന്ന് പറയാൻ ഡ്രാഗ് എന്ന് പറയും. ഇപ്പൊ നമ്മൾ പെട്ടെന്നൊരു സ്പീഡിൽ വണ്ടി പോകുമ്പോൾ ഒരു കൈ പുറത്തിട്ടാല് പെട്ടെന്ന് അതിന്റെ ഒരു ഇത് വരും. ചെറിയ വണ്ടിയാണെങ്കിൽ, വലിയ ഹെവി വണ്ടിയാണെങ്കിൽ അങ്ങനെയൊന്നുമല്ല. ഇതേത് എയർക്രാഫ്റ്റും ലാൻഡിങ്ങിൽ വരുമ്പോൾ നമുക്ക്, നിങ്ങൾ പാസഞ്ചർ ആണെങ്കിലും ലാൻഡിംഗ് ഗിയർ ഇടുമ്പോൾ ഒരു സൗണ്ട് വരും, പെട്ടെന്ന് സ്പീഡ് കുറയും. അപ്പൊ നിങ്ങൾ അതിന് കണക്കായിട്ട് സ്പീഡ് കൂട്ടണം. നായർ സാർ പറഞ്ഞാൽ നന്നായി എക്സ്പ്ലെയിൻ ചെയ്തിരുന്നല്ലോ നിങ്ങളോട്. അത് ഈ ഡ്രാഗ് വരുന്ന ഇത് ഇമ്മീഡിയറ്റ്ലി അത് ടേക്ക് ഓഫ് ആകുമ്പോൾ ഒരു 500 feet പോയിൽ എത്തുമ്പോൾ കോൾ വരും. കോ പൈലറ്റ് 500, 200, 300 എന്ന് പറഞ്ഞിട്ടുള്ള കോൾ ഉണ്ടാകുന്നു. കോ പൈലറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫീസർ. ഓക്കെ. അപ്പൊ ഈ ക്യാപ്റ്റന് ഇതെല്ലാം ശ്രദ്ധിക്കുകയുണ്ടാവും. പുറത്ത് ഈ ലാൻഡിങ്ങിന് വരുമ്പോഴാണ് നോക്കാറുള്ളൂ. പിന്നെ എങ്ങനെ പുറത്തൊന്നും കാണത്തില്ല, അത്രയും സ്പീഡിലാണല്ലോ. 200, 400 നോട്ട് സ്പീഡിലുണ്ടാവും. 400 നോട്ട് എന്ന് പറയുമ്പോൾ ഏകദേശം 800 kilometer സ്പീഡായി, 700 ഒക്കെ ആയി. അപ്പൊ ആ സ്പീഡിലായിരിക്കില്ല ലാൻഡിങ്ങിന്. ഇതെങ്ങനെയും ഇമ്മീഡിയറ്റ് ലാൻഡിങ് ഹൈലി ഇമ്പോസിബിൾ. ഇല്ല, ഇത് ഫുള്ളി ലോഡഡ് അല്ല ഈ എയർക്രാഫ്റ്റ്. അപ്പൊ ഈ 787 എന്ന് പറയുന്ന ഏറ്റവും സേഫ്റ്റി ഉള്ള എയർക്രാഫ്റ്റ് ആണ്. ഇതുവരെ ക്രാഷ് ആയ എന്റെ അറിവിലില്ല. എനിക്ക് അങ്ങനെ ഒരു കൺഫേം ഇല്ല കേട്ടോ. ഇനിയിപ്പോ ഗൂഗിളിൽ നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ. ഇതിനകത്തൊരു കാര്യം നമ്മൾ കേൾക്കുന്ന, ഇപ്പോൾ ടാറ്റയ്ക്ക് കുറെ ഷോക്കോസ് കിട്ടിയിട്ടുണ്ട് ഇതിന്റെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ടതാണ്. മെയിൻ്റനൻസ് ഹൈലി വെൽ മെയിൻറ്റൈൻഡ് ആണ്, അത് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ഇതിന്റെ എയർ ഇന്ത്യയുടെ ഒക്കെ ടാറ്റയും അങ്ങനെയാണ് ചെയ്യുന്നത്, മുമ്പും അങ്ങനെയായിരുന്നു. നമ്മൾ കാണാൻ സീറ്റും ബോഡി പെയിന്റ്സ് ഒക്കെ ശരിയില്ലെന്നല്ലാതെ മെയിൻ്റെനൻസ് നോ ഡൗട്ട്. 4 ലാൻഡിംഗ് എന്ന് പറഞ്ഞാൽ 4ാമത്തെ ലാൻഡിംഗ് ബിഫോർ ലാൻഡിംഗ് ദേ വിൽ ചേഞ്ച് ദ ടയർ. അഥവാ പൈലറ്റ്സ് എന്തെങ്കിലും ഇപ്പോൾ ഒരു അൾട്ടിമീറ്ററോ അല്ലെങ്കിൽ സ്പീഡോമീറ്ററോ എന്തെങ്കിലും ട്രബിൾ ഉണ്ടെങ്കിൽ ഞങ്ങളൊരു പേപ്പർ ഒട്ടിച്ചിട്ട് പോകും പൈലറ്റ്സ് പൊതുവെ. അത് അവർ റെക്ടിഫൈ ചെയ്യും, ഇമ്മീഡിയറ്റ്ലി ചേഞ്ച് ചെയ്യാണ്ടാണെങ്കിൽ ചേഞ്ച് ചെയ്യും. ബാക്കി എയർക്രാഫ്റ്റ് ഒന്നും, ബാക്കി എയർലൈൻസ് ഒന്നും അത്ര പെർഫെക്റ്റ് അല്ല. ഈ പ്രൈവറ്റ് അവർക്ക് എങ്ങനെയും കാശ് ഉണ്ടാക്കണം, അപ്രീഷിയേറ്റ് ചെയ്യണം പൈലറ്റുമാരെ. ഇപ്പൊ ബാഡ് വെതർ ആണെങ്കിൽ നമുക്ക് ഒരു ഡിസിഷൻ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു 300 feet ആണ് ഇപ്പോ പിന്നെ കാലിക്കറ്റില്. മാംഗ്ലൂറും അങ്ങനെ 400 feet ആണ് ആ ഡിസിഷൻ, വെദർ യു ലാൻഡ് ഓർ നോട്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു ചൂണ്ടുവിരൽ ഇതിന്റെ പുറത്തുണ്ടാവും, ഗോ അറൗണ്ട് സ്വിച്ചില്. അവിടെ നിന്ന് ലാൻഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കണം ഈ ഡിസിഷൻ ഹൈറ്റില്, DH എന്ന് പറയും. അപ്പൊ ഗോ അറൗണ്ട് ആണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി, മുമ്പെല്ലാം ഇത് ഇവിടെ ഗോ അറൗണ്ട് ആണെങ്കിൽ നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കണം DGC ഒക്കെ. അത് അല്ലാത്ത പിന്നെ ഇന്ത്യന്റെ നിയമം എന്ന് പറയുന്നത് 1937, 1940 ആ സമയത്തുള്ള ലോ ആണ്. ലോകത്തിൽ എവിടെയും ഇല്ലാത്ത നിയമങ്ങളാണ് DGCയെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പൊ പണ്ട് ബ്രിട്ടീഷുകാരുള്ള പ്ലെയിന് കണ്ടുപിടിച്ച സമയത്ത് എന്നോടൊരു പ്രാവശ്യം ഒരു ഇന്റർവ്യൂവിൽ ചോദിക്കുന്ന ഫാൻ്റെ RPM എത്രയാണ്. ഫാൻ്റെ RPM ഒരു പൈലറ്റ് എന്താണ് കൺസേൺ ഞാൻ ചോദിച്ചപ്പോ അവിടെ തന്നെ ഫെയിൽ ചെയ്തു. ഏത് ഈ RT ലൈസൻസിന് വേണ്ടി. അത് ഇപ്പോഴും തുടരുന്നുണ്ട് അവര്. DGCന്റെ വളരെ മോശമായി. ഞാൻ US-ലും ആയിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ഈ നിയമങ്ങളേ ഇല്ല. നിങ്ങളിപ്പോ ഇഫ് യു ഗോട്ട് ലോസ്, നിങ്ങൾ മുകളിൽ പോയി കഴിഞ്ഞാൽ എല്ലാം കടലിൽ പോയി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാൽ നിങ്ങൾ ഏത് ഭാഗത്താണെന്ന് അറിയില്ല. അപ്പൊ നമ്മൾ റേഡിയോയിൽ ചോദിക്കും ഐ ഗോട്ട് ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ പറയും ടിക് 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 3 പ്രാവശ്യം റേഡിയോ പ്രസ് ചെയ്താൽ മതി. അവർക്ക് ഇമ്മീഡിയറ്റ്ലി ദേ വിൽ കം ടു നോ നിങ്ങൾ എവിടെയാണെന്ന്. ഇന്ത്യയിൽ അങ്ങനത്തെ ഒരു സംവിധാനമേ ഇല്ല. നമ്മൾ ഈ മോസ്റ്റ് മോഡേൺ എന്നൊക്കെ പറയുന്നല്ലാതെ ഇത് ഏവിയേഷനിൽ വളരെ പിന്നിലാണ്. ആഫ്രിക്കൻ കൺട്രി പോലെ തന്നെയാണ് നമ്മളും. സർവീസിലുണ്ടോ? അതിപ്പോ റിട്ടയർമെന്റ് ലൈഫാണോ? അല്ല, ഉണ്ട്, ഫ്ലൈ ചെയ്യാറുണ്ട്. മുംബൈയിലാണ്. ഇപ്പൊ ഗൾഫിലൊക്കെ ആണെങ്കിൽ, ഇപ്പൊ സൗദിയില് ദുബായിലൊക്കെ ആണെങ്കിൽ US-ന്റെ അതേ ഫെസിലിറ്റീസ് ആണ്. നമ്മൾ എവിടെയാണ് പൊസിഷന് ജസ്റ്റ് യൂസ്, നിങ്ങൾ പറയാം ഐ ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ അവര് പറയും 3 times യു പ്രസ് ദ റേഡിയോ. അപ്പൊ അവർക്ക് they came to know where you are. അത്ര അഡ്വാൻസ്ഡ് ആണ്. ഓക്കെ സർ, താങ്ക് യു.